ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ഇന്നിവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ ഭയപ്പെടുന്നുണ്ടോ, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടും അവർ നിങ്ങളോട് സംസാരിക്കാത്തത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്ക് ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ അവരുടെ കറന്റ് എനർജിയാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കും. പിന്നെ ഒറക്കിൾ കാർഡ്സ്, അതുപോലെ തന്നെ മെസ്സേജ് ക്ലൂസ് എത്രയുണ്ട്, പിന്നെ ഒരു ഗൈഡൻസ് കാർഡ്. അവരുടെ കറന്റ് എനർജി നോക്കാവേ. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നയൻ ഓഫ് സോഡ്, ടെൻ ഓഫ് സോഡ്സ്, ചാരിയട്ട്. ഒരു കാർഡ് എടുക്കാം. ഏസ് ഓഫ് വാൻസ്, ബോട്ടം വന്നിരിക്കുന്നത് ടു ഓഫ് വാൻസ് ആണ്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കാവേ. The star, Queen of Cups, Three of Pentacles, Three of Wands, Ten of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ്. അവരിപ്പോൾ നിങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അവരെല്ലായ്പ്പോഴും ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യുകയാണ്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ അവർക്കല്ലാതെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു നിമിഷം അവർ നിങ്ങളെ തിരക്കിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ എവിടെല്ലാം നിങ്ങളെ തിരക്കാമോ അവിടെയെല്ലാം നിങ്ങളെ തിരക്കിക്കൊണ്ടിരിക്കുന്നു. ആരോടെങ്കിലും ചോദിച്ച് നിങ്ങളുടെ വിവരം അറിയണം, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് എവിടെയാണോ സോഷ്യൽ മീഡിയ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവർ നിങ്ങളെ സെർച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അവരുടെ കറന്റ് എനർജിയിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നയൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. അവരിപ്പോൾ ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയിലാണ് എന്ന് കാണുന്നുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടില്ലേ. ഇവിടെ ടെൻ ഓഫ് സോഡിന്റെ എനർജി ഉണ്ട്. അവർക്ക് എന്തോ ഒരു ചീറ്റിംഗ് വന്നതുപോലെയാണ് കാണുന്നത്. ചിലപ്പോഴെങ്കിലും അവർ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും അവർ തേർഡ് പാർട്ടിയുടെ പിടിയിൽ ആയിട്ടുണ്ടാവണം. എന്തെങ്കിലും ആകാം, എന്ത് പ്രശ്നവുമാകാം. ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഈ ഒരു റീഡിംഗ് എല്ലാവർക്കും ബാധകമാണ്. എല്ലാ വിധത്തിലുള്ള സ്നേഹബന്ധത്തിനും ഈ ഒരു റീഡിംഗ് ബാധകമാണ്. അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻ ഓഫ് സോഡിന്റെ അവസ്ഥയിലാണ് അവരിവിടെ എന്ന് കാണുന്നത്. ഇവിടെ ടെൻ ഓഫ് സോഡും വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല ചേഞ്ച് അവർക്ക് വരാൻ പോകുന്നുണ്ട്. ഇവിടെ അവർ അനുഭവിക്കുന്നതിന്റെ പരമാവധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് വിഷമത്തിലാണ് അവർ. ചിലപ്പോൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ സ്നേഹം നടിച്ച് ആരെങ്കിലും കൂടിയോ അവർ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. അതായിരിക്കും ഈ ടെൻ ഓഫ് സോഡിന്റെ എനർജി. ഇനി അതുമല്ല എങ്കിൽ ചില ബന്ധുക്കളിൽ നിന്നുമുള്ള എതിർപ്പുകൾ ഉണ്ടാവാം. നിങ്ങൾ
തമ്മിലുള്ള ഈ ഒരു കണക്ഷന് വേർപെടുത്താൻ വേണ്ടി ആരെങ്കിലും ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ചില വേദനകളും അവരിവിടെ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട്, കണ്ടില്ലേ, ഇവിടെ ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട്. ഇവിടെ അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് ഒരുപാട് വൈഷമ്യം ഉണ്ട്, വൈഷമ്യം അനുഭവിക്കുന്ന വിഷമതകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ കർമ്മ ഫേസ് ചെയ്യുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. അവർക്കിപ്പോൾ ഒരു കർമ്മ അനുഭവിക്കുന്നു, മനസ്സിലായി, ഒരു ബാഡ് കർമ്മയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കഴിയുമ്പോൾ അവർ എന്തൊക്കെയോ അവരിവിടെ തീർത്തു വയ്ക്കും. ഇതെല്ലാം കഴിയുമ്പോൾ അവരൊരു നല്ല സമയത്തിലേക്ക് വരും. അവരുടെ സമയദോഷമാണ് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമയദോഷം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇനി ഒരു നല്ല സമയം വരും, ഇനി വരാൻ പോകുന്ന അവരുടെ ഭാഗ്യസമയമാണ്, അല്ലെങ്കിൽ ഒരു നല്ല സമയം വരും എന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ സ്വയം വിശ്വസിക്കുകയാണ്, എനിക്ക് ഇനി ഒരു നല്ല സമയം വരും, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം വളരെ മോശമാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള ചീറ്റിംഗ് വരില്ലായിരുന്നു, എന്തൊക്കെയോ ഞാൻ ഇവിടെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു, അതുകൊണ്ട് ഇനി ഒരു നല്ല സമയം വരും എന്നവരിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആണല്ലേ, അവർ നിങ്ങളുമായിട്ട് റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു വേർപാടിലാണ്. കാരണം ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ 2 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. കാത്തു നിൽക്കുകയാണ്, നിങ്ങളെ മാത്രം വെയിറ്റ് ചെയ്യുകയാണ്. കണ്ടില്ലേ, നിങ്ങളെ മാത്രം വെയിറ്റ് ചെയ്യുകയാണ്. കയ്യിൽ നിങ്ങളാകുന്ന ആ ഒരു ബോള് കണ്ടില്ലേ, ആ ഒരു ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളെ മാത്രം ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ധാരാളമായിട്ട് മനപ്രയാസപ്പെടുന്ന, ഒരുപാട് ആകാംക്ഷപ്പെടുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. തീർച്ചയായും നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആവേശമുണ്ട്, മനസ്സിലായി, നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആവേശപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു ചേരാൻ. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങളോടുള്ള മനോഭാവമാണ്, നിങ്ങളോടുള്ള മനോഭാവത്തിൽ അവരുടെ ബിട്രയൽ ആൻഡ് ബ്രേക്ക് ഡൗൺ ഇൻ ലവ് കണ്ടില്ല. നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിൽ അവർ ഇപ്പോൾ വേർപെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വിള്ളൽ വീണിട്ടുണ്ട്, ഒരു അകൽച്ച വന്നിട്ടുണ്ട്. അവരുടെ മനസ്സ് നിറകെ അതിന്റെ പേടി അനുഭവിക്കുന്നുണ്ട് അവർ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളോട് എന്തൊക്കെ പറയണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ ഈ ചീറ്റിംഗ് വന്നിരിക്കുന്നത് മറ്റാരെങ്കിലും വ്യക്തികൾ നിമിത്തമാണെങ്കിൽ, അഥവാ നിങ്ങൾ നിമിത്തമാണെങ്കിൽ, ഇനി അഥവാ എന്തെങ്കിലും നിങ്ങളോട് പറയണമെങ്കിൽ ഒരുപാട് പേടി അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ മുഴുവനും ഭയമാണ്. നിങ്ങളോട് ഇനി എന്ത് പറയണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലാണ് അവരെന്നാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിശ്വാസ വഞ്ചന അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് നിമിത്തമുള്ള പേടി, ഇനി എനിക്കതങ്ങനെ സംഭവിക്കുമോ, ഇനി അഥവാ ഇനി ഇതില് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമുണ്ടായി, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാകാമല്ലോ, വേറെ ഏതെങ്കിലും വ്യക്തികളായിട്ടുള്ള പ്രശ്നമാകാം, സാമ്പത്തികപരമായ പ്രശ്നങ്ങളും ആവാം, ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അങ്ങനെ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഈ കാര്യം നിങ്ങളോട് പറയാൻ അവർക്ക് പേടിയാണ്. അഥവാ അതിന് മുൻപേ തന്നെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റിലാണ്, അവർ നിങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലായ്പ്പോഴും എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഇവിടെ വേർപെട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തൽക്കാലത്തെ വേർപെടൽ മാത്രമാണ്, അല്ലാതെ ഇത് ദീർഘകാലത്തേക്കുള്ള ഒരു വേർപെടലല്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ഒന്ന് ചേരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിനെ തൽക്കാലത്തേക്ക് വിട്ടിരിക്കുന്നു, എന്നിട്ട് ആരെങ്കിലുമൊക്കെ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അവർ നിങ്ങളെയും ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. അതിലൂടെ അവർ സങ്കടം അനുഭവിക്കുന്നു. അതിലൂടെ ഇനി ആ ഒരു റീസൺ മാത്രം മതി അവർക്ക് ഉറക്കമില്ലാതെ ആവാൻ. എന്നാൽ തന്നെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉടനെ തന്നെ നിങ്ങളോട് സംസാരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത്, ആ ഒരു പേടി അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവർക്ക് ഉടനെ ഇങ്ങോട്ട് വരാനും വയ്യ.
അതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പേടി നിമിത്തം അവർക്ക് ഉടനെ വരാൻ സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ നിങ്ങളാണെങ്കിൽ ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ളവരായിരുന്നു. നേരത്തെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾക്കാരായിരുന്നു. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലാണ് കഴിഞ്ഞിരുന്നത്. പക്ഷെ അതിനിടയിലാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. അവർക്ക് ഒത്തിരി മാനസിക വിഷമം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെയും അവർ വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് വരാനും നിങ്ങളോട് സംസാരിക്കാനും ഉള്ളിലൊരു പേടിയുണ്ട്. മനസ്സിലായോ? ഒരു പേടി, എന്തോ ഒരു ആകാംക്ഷ, ഇനി എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എന്നാൽ കുറച്ചുകൂടി കഴിയട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. ഇവിടെ സ്റ്റാറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം അവർക്കും അവരുടെ സംസാരം നിങ്ങൾക്കും ഒരു ഹീലിംഗ് എഫക്റ്റ് നൽകിയിരുന്നതാണ്. കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഉള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആയിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നത്. ഈ സമയത്ത് അവരത് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് പെട്ടെന്ന് വന്ന് സംസാരിക്കാനും നിങ്ങളെ വിട്ടുപിരിയാനും അവർക്ക് പറ്റുന്നില്ല. ഇവിടെ വിട്ടുപിരിഞ്ഞ് പോയതായിട്ട് കാണുന്നില്ല. 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഇത് തൽക്കാലത്തേക്കുള്ള ഒരു വേർപാട് മാത്രമാണ്. മനസ്സിലായ കാര്യം? പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളോട് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അവരോട് ആരെങ്കിലും സംസാരിച്ചു എന്ന് കരുതി നിങ്ങൾ ചിലപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ അവരെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ സംശയിച്ച് സംസാരിച്ചിട്ടുണ്ടാവാം. ഇതൊക്കെ അവരെ ഒരുപാട് മുറിപ്പെടുത്തിയിരിക്കുന്നു, ഹൃദയത്തെ മുറിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും ആവാം. ഇതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇവിടെ മിക്കവാറും ഉണ്ടെന്നാണ് കാണുന്നത്. വ്യക്തികളായാലും ഏതെങ്കിലും സാഹചര്യമായാലും അത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അവരതിൽ നിന്നും വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ തന്നെയും കണ്ടില്ലേ, ഇവരുടെ നിങ്ങളോടുള്ള ഈ ഒരു സ്നേഹം, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ക്വീൻ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹം അവർക്കുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി സ്നേഹം കൊടുത്തിരുന്നതാണ് അവർക്ക് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും അകൽച്ചയിലാണ് കഴിയുന്നതെങ്കിൽ പോലും അവർ നിങ്ങളെ പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിരുന്ന ആൾക്കാരാണ്. അതുപോലെ നല്ലതുപോലെ ഹീലിംഗ് എഫക്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും നിങ്ങളുടെ സാമീപ്യവും എല്ലാം അവരെ ഒന്നുകൂടി സന്തോഷത്തിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് 3 ഓഫ് പെന്റക്കിൾസ്, എഫർട്ട്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി ലവ് ആണ്. കണ്ടില്ലേ, ഇവിടെ വളരെയധികം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി എന്ന് പറയുമ്പോൾ വേറെ ആൾക്കാർ ഇതിനകത്ത് ഉണ്ടായിരിക്കാം, എന്നാൽ കൂടെയും നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. അപ്പോഴും നിങ്ങൾ സ്നേഹത്തിലായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാനായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. മനസ്സിലായി? ഇനിയോ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 ഓഫ് വാൺസിന്റെ എനർജി കണ്ടില്ലേ. ഇവിടെ ഇനി ഇതിനിടയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ 3 ഓഫ് പെന്റക്കിൾസും 3 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിക്കുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ കൈകോർത്ത് പിടിച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടാവാം, മനസ്സിലായി? എന്നിരുന്നാൽ കൂടി അതിലവർ ഒത്തിരി വിഷമം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുക്കലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ജീവിക്കാനും മുന്നോട്ട് പോകാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കറന്റ് എനർജി ഇതാണ്. നമുക്ക് അഡ്വഞ്ചറിന് എന്തൊക്കെ പ്രശ്നം അവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടുപിരിയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്ത് പ്രശ്നം മുൻപിലുണ്ടെങ്കിൽ അവർ അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലേക്ക് വന്നു ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടായിരിക്കാം, പക്ഷേ ഉടനെ ഇല്ല എങ്കിൽ കൂടെ ചിലപ്പോൾ ഉടനെ ഇല്ലായിരിക്കും. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതിനെ മറികടന്ന് വരണമല്ല. എന്നാലും സ്നേഹം കൂടുതൽ നിങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെയും അതിനെ മറികടന്ന് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്ക് ജോലിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകാം, സാമ്പത്തിക കാര്യങ്ങളിൽ പ്രശ്നമുണ്ടാകാം, സാമ്പത്തികം വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉൾപ്പെടുന്നതാണ്. നമ്മളിവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടു എന്ന് കരുതിക്കൊണ്ട്
ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധം മാത്രം നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാമല്ലോ. ഇവിടെ കണ്ടല്ലോ, ഇവിടെ നിങ്ങളുമായിട്ട് ഒരു തുടക്കം വേണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളുമായിട്ടുള്ള ഒരു തുടക്കത്തിൻ്റെതായ എനർജിയാണിത്. അപ്പൊ ഇത്തരത്തിൽ അവർ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തികളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. പുതിയ തുടക്കം ഫുൾ കാർഡാണ്. പുതിയ തുടക്കം നിങ്ങളെ മാത്രം വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളെ മാത്രമാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം, നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് മുന്നോട്ട് വരാൻ വീണ്ടും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ഇവിടെ മറികടക്കാൻ ആഗ്രഹിക്കുന്നു. മറികടന്ന് വരും നിങ്ങളിലേക്ക്. അതുപോലെയുള്ള പ്രതീക്ഷകളുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. അതാണ് ഇവിടുത്തെ മാസ്റ്ററാണ്. നിങ്ങളെ എപ്പോഴും അവർ എല്ലാ കാര്യങ്ങളിലും തികഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ഒരുപാട് ഗൈഡ് ചെയ്തിരുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതത്തിന് മുന്നോട്ടൊരു ഊർജം നൽകിയിരുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളെ അതുപോലെയാണ് കാണുന്നത് എന്ന്. നിങ്ങളിലേക്ക് വരാൻ തന്നെ ആഗ്രഹിക്കുന്ന പോസിബിലിറ്റീസ് ആണ്, സാധ്യതകൾ ആരായുകയാണ്. ഇനി നിങ്ങളിലേക്ക് എങ്ങനെ സംസാരിക്കും, നിങ്ങളോട് എങ്ങനെ സംസാരിക്കും, നിങ്ങളിലേക്ക് ഇനി എങ്ങനെ വരും. ഉള്ളിൽ ചെറിയ പേടിയുണ്ട്, സംസാരിക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സമ്മതിച്ചു കൊടുക്കുമോ, നിങ്ങൾ അംഗീകരിക്കുമോ? നിങ്ങൾ പറയും നിങ്ങൾ കള്ളം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നുകൂടി അവരുടെ മനസ്സിനെ ഡൗൺ ആക്കും. ഇതൊക്കെയാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. എന്ത് പോസിബിലിറ്റീസ് ആണ്, എന്ത് സാധ്യതകളാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഉള്ളത്. നിങ്ങളിലേക്ക് എന്ന് എത്തിച്ചേരണമല്ലോ. അതിനായിട്ട് ഇനി എന്താണ് എന്ന് അവർ ആലോചിക്കണം. കുറച്ചൊക്കെ സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷങ്ങളിലൊന്നുമല്ല അവരിപ്പോഴെന്ന് കാണുന്നുണ്ട്. ഇവിടെ സന്തോഷത്തിൻ്റെതായ എനർജി ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഒരു കാർഡ് കൊടുക്കാവേ. ചേഞ്ച് ആണോ വന്നിരിക്കുന്നത്? കണ്ടില്ലേ, നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ നല്ല ചേഞ്ച് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഒരു ദൈവികത നിറഞ്ഞതാണ്, ഒരു ഡിവൈൻ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ. ഡിവൈൻ റൊമാൻറ്റിക് ലവ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവിടെ ഡിവൈൻ മസ്കുലിൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി ചേർന്നതാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൽക്കാലത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും, ഒരു ചേഞ്ച് വരും. ഈ പ്രശ്നങ്ങളിൽ നിന്നല്ല ഒരു ചേഞ്ച് വരും, നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ കൂടിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഡിവൈൻ എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൂടിച്ചേരാൻ വേണ്ടി ഉള്ളത് മാത്രമാണ്. എത്രയൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും ചേഞ്ച്, ജീവിതത്തിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ചേഞ്ച് വരണമല്ലോ, അല്ലേ? ഒന്ന് പിണങ്ങിപ്പോയി തീർച്ചയായിട്ടും അങ്ങോളം അത് അങ്ങനെ പിണക്കത്തിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും ഇവിടെ ഒന്നു ചേരും, നല്ല ഒരു മാറ്റത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത്. നമുക്കിവിടെ മെസ്സേജ് ഒന്ന് നോക്കാം. അവരുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഒന്ന് നോക്കാവേ. ഏഞ്ചൽസിന്റെ മെസ്സേജാണിത്. ലവ് യു യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കുക. അപ്പോൾ മാത്രം നമ്മൾ എപ്പോഴും പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് വേണം, അതുപോലെ തന്നെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക, നമ്മളിലുള്ള കഴിവുകൾ. തീർച്ചയായിട്ടും നമ്മൾ സിൻസിയർ ആയിട്ടാണ് നമ്മൾ ഈ കണക്ഷനിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സിൻസിയർ ആണോ, ലവ് സിൻസിയർ ആണെങ്കിൽ എന്തിനു പിന്നെ അവിടെ വിഷമിക്കണം? അവിടെ വീണ്ടും അത് കൂടിച്ചേരുന്നതേ ഉള്ളൂ. മനസ്സിലായി? അതുകൊണ്ട് അങ്ങനെയാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ. യുവർ സെൽഫ് റെസ്പെക്റ്റ് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ്. കണ്ടില്ല, നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ട് തന്നെ കൂടുതൽ അട്രാക്റ്റീവായിട്ട് വരും എന്നാണ് കാണുന്നത് ഇവിടെ. forgiving and learning, release and heal the past, you experience more love in your present moment. കഴിഞ്ഞു പോയ കാലത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറക്കാൻ ശ്രമിക്കുക, മാപ്പ് കൊടുക്കുക. മറ്റേ ഇപ്പം അവരാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് എന്തെങ്കിലും പ്രശ്നം വന്നതെങ്കിൽ അവിടെ ഒന്ന് ഫൊർഗീവ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പരസ്പര സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫൊർഗീവ് ചെയ്തുകൂടാ? അവർ നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് പാർട്ട്ണറാണ്.
മനസ്സിലായി? അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഫൊർഗീവ് ചെയ്യുക. അതിൽ നിന്നും അങ്ങനെ വന്ന പ്രശ്നമുണ്ടല്ലോ, അതിൽ നിന്നും ഒന്ന് പഠിക്കുകയും ചെയ്യുക. ഓരോ പ്രശ്നങ്ങളും ഓരോ പാഠം നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പാഠം പഠിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഫ്രീ യുവർ സെൽഫ്. ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ബന്ധനത്തിലാണോ, നിങ്ങൾ അവിടെ നിന്നും രക്ഷപ്പെടേണ്ടത് അത്യാവശ്യ കാര്യമാണ്. തനിയെ ഫ്രീ ആവൂ, തന്നെത്താൻ ഫ്രീഡം അനുഭവിക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ടൊന്നും ജീവിക്കണ്ട. മനസ്സിലായി? മറ്റുള്ളവർ എപ്പോഴും നമ്മളെ താഴ്ത്തി കെട്ടാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ വിഷമം അനുഭവിക്കുന്നത് കാണാനാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഫ്രീ ആവൂ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ടുള്ള ശ്രമം നടത്തണം എന്നുള്ളത് കാണുന്നുണ്ട്. ഗൈഡൻസ് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഡോണ്ട് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഗിൽറ്റ് ഓർ വാട്ട് യു തിങ്ക് യു ഷുഡ് ഡു, ഫോർ ഇറ്റ് ഈസ് ഓൺലി ഇൻ ബീയിങ് ട്രൂ ടു യുവർ സെൽഫ് ദാറ്റ് യു ക്യാൻ ബി ട്രൂ ടു അതേഴ്സ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും കുറ്റബോധത്തിൽ ഇരുന്നു കൊണ്ടാവരുത്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും, കുറ്റബോധം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം കുറ്റബോധം തോന്നാം. അവർ പിണങ്ങിപ്പോയാലും കുറ്റബോധം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും, അല്ലേ? അങ്ങനെ വേണ്ട. ആ കുറ്റബോധത്തിലിരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. മനസ്സിലായി? അതുപോലെ തന്നെ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓവറായിട്ട് തിങ്ക് ചെയ്യുവാണ് ഇവിടെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്തും എനർജി നെഗറ്റീവ് ആകും. അപ്പോഴും എന്താണ്, ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. നിങ്ങളോട് തന്നെ സിൻസിയറായിട്ട് ലവ് ചെയ്യുക. നിങ്ങളെ സിൻസിയറായിട്ട് ലവ് ചെയ്യുക. അപ്പോഴെന്താണ്, മറ്റുള്ളവരോടും അതേപോലെ നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ ആദ്യം സ്നേഹിക്കുക, നിങ്ങൾ മറ്റുള്ളവരെ അതുപോലെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കാരണം എന്താണ്, നമ്മൾ ഇതേപോലെയുള്ള സോളാണ് മറ്റേ വ്യക്തിയും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേദനിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാവും. നമ്മൾ മറ്റൊരാളിനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ മറ്റൊരാളിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദന അവരെക്കാൾ അനുഭവിക്കുന്നത് നമ്മളായിരിക്കും. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ. അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുക്കാവേ. ജൂലൈ മന്താണ് വന്നിരിക്കുന്നത്. ജൂലൈ മന്ത് ആണല്ലോ ഇത്. ലെറ്റർ സി, ലെറ്റർ ഡി, പാലക്കാട്. ലെറ്റർ എം, ലെറ്റർ എൻ, ക്യാൻസർ, കർക്കിടക മാസം. പുണർതം, കാൽ, പൂയം, ആയില്യം. ഏപ്രിൽ മന്ത്. നമ്പർ 4. നമ്പർ 3. അക്വേറിയസ്, കുംഭമാസം. അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. കണ്ണൂർ. ലെറ്റർ ആർ, ലെറ്റർ എസ്, കോട്ടയം. ജനുവരി മന്ത്. ലെറ്റർ എ, ലെറ്റർ ബി, മിഥുനമാസം, അതായത് ജമിനി. മകയിരം, അര, തിരുവാതിര, പുണർതം, മുക്കാൽ. സാജിറ്റേറിയസ്, ധനുമാസം. മൂലം, പൂരാടം, ഉത്രാടം, കാൽ. കൊല്ലം. ഇടുക്കി. ലിയോ, ചിങ്ങമാസം. മകം, പൂരം, ഉത്തരം, കാൽ. കാസർഗോഡ്. ലിബ്ര.
തുലാമാസം ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് വന്നിരിക്കുന്നത്. നമ്മുടെ റീഡിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആയി എന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്, മടി വിചാരിക്കരുത്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലായ്പ്പോഴും പറയും മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യണമെന്ന്, പക്ഷേ ആരും അങ്ങനെ ചെയ്യില്ല. എല്ലാവരും അങ്ങ് വിളിയോടെ വിളിയാണ്. എല്ലാവരുടെയും അങ്ങനെ കോൾ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യണം എന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.